സ്വർഗാധിപനായ ഇന്ദ്രൻ തന്റെ മകളായ ദേവയാനിയെ മുരുകന് വിവാഹം ചെയ്തു കൊടുക്കുകയും തന്റെ ശ്രീധനദാനത്തിന്റെ ഭാഗമായി തന്റെ ഐരാവതത്തെ സമർപ്പിക്കുകയും ചെയ്തു. ഐരാവതം പോയപ്പോൾ ഇന്ദ്രൻ തന്റെ സമ്പത്ത് ക്ഷയിക്കുന്നതായി കണ്ടതോടെ മുരുകൻ ആനയെ തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇന്ദ്രൻ ഈ വാഗ്ദാനം നിരസിക്കുകയും പകരം ആന തന്റെ ദിശയെ അഭിമുഖീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അന്നു മുതൽ ക്ഷേത്രത്തിലെ എല്ലാ ആനകളും കിഴക്കോട്ട് ദർശനം നടത്തിയെന്നാണ് ക്ഷേത്രത്തിന് പിന്നിലെ കഥ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ശ്രീരാമൻ രാവണനെ തോൽപ്പിച്ച ശേഷം രാമേശ്വരത്ത് ശിവനെ ആരാധിക്കുകയും പിന്നീട് ശാന്തി നേടുന്നതിനായി തിരുത്തണിയിൽ വരികയും ചെയ്തുവെന്നും പറയപ്പെടുന്നു. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് തിരുത്തണി മുരുകൻ ക്ഷേത്രം തനികൈ എന്ന കുന്നിൻ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 700 അടി ഉയരത്തിലുള്ള ഒരു പാറയിൽ മുരുകന്റെ മനോഹരമായ വാസസ്ഥലം ഉയർന്നു നിൽക്കുന്നു. നാടകീയമായ പനോരമിക് കാഴ്ച കാണിക്കുന്ന കുന്നുകളുടെ ഒരു ശ്രേണിക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. മുരുകനും വള്ളിയും തമ്മിലുള്ള വിവാഹം തിരുത്തണിയിൽ വെച്ചാണ് നടന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു. മലയടിവാരത്തെ പുണ്യകുളമായ തിരുത്തണി ശരവണ പൊയ്ക അതിന്റെ രോഗശാന്തി ഫലങ്ങൾക്ക് വളരെ പ്രശസ്തമാണ്.